ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. 2 സ്ത്രീകളെ പറ്റിയാണ് ഇന്ന് വചനത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. ഈശോ വിരുന്നിന് ചെന്നപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന 2 പേർ, ഒന്ന് മർത്ത, മറ്റൊന്ന് മറിയം. മർത്ത ഈശോ വിരുന്നിന് ചെന്നപ്പോൾ വീട്ടിലേക്ക് സ്വീകരിച്ചു. മറിയം വീട്ടിൽ വന്ന് ഈശോയുടെ പാദങ്ങളിൽ വിശ്രമിച്ചു. മർത്തയ്ക്ക് അതിഷ്ടായില്ല. മർത്ത ഈശോയോട് പറഞ്ഞു, അവളോട് എന്നെ വന്നൊന്ന് സഹായിക്കാൻ. അപ്പോൾ ഈശോ പറഞ്ഞു, മറിയം നല്ലത് തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. പലതവണ വായിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ് ഇത്. നമുക്ക് പുറത്തുള്ള 2 വ്യക്തികളെ പറ്റി പ്രതിപാദിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതിനേക്കാളും ഉപരി നമുക്കുള്ളിൽ വളർന്നു വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വളർന്നു വരേണ്ട 2 ജീവിത തലങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ 2 തലങ്ങളെ 2 ചവിട്ടുപടികളായിട്ട് നമുക്ക് കാണാം. എവിടേക്കുള്ള? ക്രിസ്തുവിലേക്കുള്ള. ആദ്യത്തെ ചവിട്ടുപടി മറിയമായിരിക്കണം, 2ാമത്തെ ചവിട്ടുപടി മർത്തയും. വീണ്ടും മറിയം, മർത്ത. ഇങ്ങനെ ചവിട്ടി 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 നമുക്ക് ഈശോയുടെ അടുക്കലേക്ക് എത്താൻ പറ്റും. പ്രിയമുള്ളവരെ, മറിയം ചെയ്തത് എന്താ? മറിയം ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് അവൻ്റെ വാക്ക് ഇങ്ങനെ ശ്രവിച്ചുകൊണ്ടേയിരുന്നു. മർത്ത ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ ലോകത്ത്. കാരണം അത്രമാത്രം ഉത്തരവാദിത്തം ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യഗ്രചിത്തരാകാൻ സാധ്യതയുള്ള നമുക്ക് ആദ്യത്തെ ചവിട്ടുപടിയിൽ കുറച്ചു നേരം ഇരിക്കാൻ പറ്റും. ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് മറിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നതിന് മുമ്പും തമ്പുരാൻ്റെ മുമ്പിൽ സ്വസ്ഥമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. അതിനുശേഷം ആ പ്രവൃത്തികളിൽ വ്യാപൃതരാകണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ഫലസിദ്ധിയില്ലാതെ പോകത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ വെറുതെ ആയിപ്പോവും. അധ്വാനം മാത്രം മിച്ചം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിനെ പോലെ ചിലപ്പോൾ നമ്മളും ഒന്നും കിട്ടാത്തവരായി പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരുവചനം 2 സ്ത്രീകളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വെറുതെ തള്ളിക്കളയരുത്. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലെ 2 ചവിട്ടുപടികളെ ദൈവം എനിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തേത് തമ്പുരാൻ്റെ പാദാന്തികത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന തലം. 2ാമത്തേത് ആ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ശക്തിയിലൂടെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന തലം. ഇത് 2 വ്യക്തികളല്ല, 2 ചവിട്ടുപടികളാണ്. ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാനുള്ള ചവിട്ടുപടികൾ. ആയതിനാൽ മറിയം, മർത്ത, മറിയം, മർത്ത, ആ ചവിട്ടുപടികളിലൂടെ നമുക്ക് പടിപടിയായി ക്രിസ്തുവിലേക്ക് ചെന്നെത്താൻ സാധിക്കും. ഈശോയെ, അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും.